അല്ലാഹു തആലക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് 100% വിശ്വസിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മളും പറയട്ടെ, വൈലക്കും ഖദ് അവിടെ നിങ്ങൾ നിർത്ത്. അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ നിർത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രമാണ് ചോദിക്കേണ്ടത് എന്നതിലേക്ക് നിങ്ങൾ വാ. ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അല്ലാഹു അല്ലാതെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കൂല. ഇതിപ്പോൾ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. നിങ്ങളുടെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ അഭിപ്രായ ഭിന്നതയുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും തൗഹീദാണ്. എല്ലാ നബിമാരും തങ്ങളുടെ ജനങ്ങളെ ക്ഷണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിലേക്കാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം പഠിപ്പിക്കാൻ വേണ്ടിയല്ലാതെ അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും ഇബാദത്തിന് ആരാധനകൾക്ക് അർഹതയില്ല. അതുകൊണ്ട് ഫഅ്ബുദൂൻ, നിങ്ങൾ എന്നെ മാത്രം അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു ഖുർആനിൽ അറിയിച്ചത്. തൗഹീദ് കൊണ്ട് നബിമാർ എപ്പോഴെല്ലാം അവരുടെ ജനങ്ങളിലേക്ക് വന്നെത്തി അപ്പോഴെല്ലാം അവർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കാൻ ഓരോ കാലഘട്ടത്തിലും ഓരോ ന്യായങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവർ പറഞ്ഞു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്. അള്ളാഹുവിന് പുറമെയുള്ളവരെ ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്തവരെ വിളിച്ചു ദുആ ചെയ്തതിന് ശേഷം, അവരെ ആരാധിച്ചതിന് ശേഷം അവർ പറഞ്ഞു, ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിൻ്റെ അരികിൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്, ശഫാഅത്ത് ചെയ്യുന്ന ആളുകളാണ് എന്ന് അവർ ന്യായം പറഞ്ഞു. നോക്കൂ, ഈ കാലഘട്ടത്തിൽ ആളുകൾ പറയുന്ന ന്യായത്തിന് എത്ര സമാനമാണത്. വേറെ ചില ആളുകൾ സൂറത്ത് സുമറിൽ അള്ളാഹു പറഞ്ഞതായി കാണാം, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല ഈ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ, അവരെ ആരാധിക്കുന്നതിൽ. തൗഹീദും ശിർക്കും തമ്മിലുള്ള ഈ സറാ, ഈ ഒരു പോരാട്ടം, ഈ ഒരു യുദ്ധം എല്ലാ കാലഘട്ടത്തിലും നിലനിന്നിട്ടുണ്ട്. ഇത് ഈ കാലഘട്ടത്തിലും നിങ്ങൾക്ക് പ്രകടമായി കാണാം. അള്ളാഹു മാത്രം, അവനെ മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നൊരു വിഭാഗം, എന്നാൽ അള്ളാഹുവിനോടൊപ്പം ഔലിയാക്കന്മാരോട് തേടാം, അമ്പിയാക്കന്മാരോട് തേടാം, സ്വാലിഹീങ്ങളോട് തേടാം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഭാഗം ആളുകൾ. ഇത് പറയാൻ കാരണം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഖലീൽ ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ, അദ്ദേഹം നടത്തിയ ഒരു സംസാരം, അതിൻ്റെ ഒരു ഭാഗം കേൾക്കാനിടയായി. അതിന് ആ വീഡിയോ ഉണ്ടാക്കിയ ആളുകൾ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ബദരീങ്ങളെ എന്നാണ്. ബദരീങ്ങളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ആളുകളാണ്, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഒരു ചെറിയ ക്ലിപ്പ് അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് കാണാനിടയായി. അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, അതിനൊരു വിശദീകരണം നൽകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംസാരം ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുന്ന ആളുകൾ, അനുകൂലിച്ചുകൊണ്ട് പ്രതികൂലിച്ചുകൊണ്ട് കേൾക്കുന്ന ആളുകൾ, ഞാൻ അവരോട് പറയട്ടെ, ഈ സംസാരം നിങ്ങൾ കേൾക്കേണ്ടത് ഹക്ക് ആരുടെ പക്കലാണെങ്കിലും അള്ളാഹു അത് എനിക്ക് ബോധ്യപ്പെടുത്തി നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാകട്ടെ. ഇയാൾ പറഞ്ഞത് എന്തായാലും ഇതിനൊരു മറുപടി കൊടുക്കണം, ഇത് ഇയാൾ എന്തായാലും വിഡിത്തമേ പറയൂ എന്ന ധാരണയിൽ കേൾക്കാതെ, അള്ളാഹുവെ ഹക്കാണ് പറയുന്നത് എങ്കിൽ അത് സ്വീകരിക്കാൻ അള്ളാഹുവെ എനിക്ക് നീ തൗഫീഖ് നൽകണേ എന്ന ദുആയോട് കൂടി നിങ്ങൾ ഈ സംസാരം കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹക്കാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിൽ എന്താണ് തടസ്സമുള്ളത്? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ദുആ ചെയ്തോളൂ. ഇയാൾ പറയുന്നത് അസത്യമാണെങ്കിൽ അള്ളാഹു ഈ വഴിയിലേക്ക് എന്നെ നയിക്കരുത്. പക്ഷെ അള്ളാഹു സത്യമാണെങ്കിൽ റബ്ബെ സത്യത്തിലായിക്കൊണ്ടല്ലാതെ ഹക്കിലായിക്കൊണ്ടല്ലാതെ എന്നെ മരിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം തൻ്റെ സംസാരത്തിൽ അതിൻ്റെ തുടക്കത്തിൽ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടു നോക്കൂ. മുഹ്യിദ്ദീൻ ഷേഖിന് സ്വന്തമായ ഒരു കഴിവുമില്ല, ബദരീങ്ങൾക്ക് സ്വന്തമായ ഒരു കഴിവുമില്ല, മുത്തു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വന്തമായി ഒരു കഴിവുമില്ല. അല്ലാഹു തആലക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് 100% വിശ്വസിക്കുന്നവനാണ്, അത് പറയുന്നവനാണ്, അത് പ്രചരിപ്പിക്കുന്നവനാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, ബദരീങ്ങൾക്ക് സ്വന്തമായ ഒരു കഴിവുമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എല്ലാ കഴിവുമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. ബദരീങ്ങൾക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല. അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനെ പോലെ തന്നെ ബദരീങ്ങൾക്കും സ്വന്തമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ മുശ്രിക്കാകൂ എന്നാണല്ലോ ഇത് കേട്ടാൽ തോന്നുക. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ മക്കയിലെ മുശ്രിക്കുകൾ അവർ പറഞ്ഞിരുന്ന അതേ കാര്യമാണിത്. അവർ ബദരീങ്ങൾ എന്ന് പറയുന്നതിന് പകരം ഇബ്രാഹിം നബി എന്ന് പറഞ്ഞ ആളുകൾ അക്കൂട്ടത്തിലുണ്ട്, ഇസ്മായിൽ നബി എന്ന് പറഞ്ഞ ആളുകൾ അക്കൂട്ടത്തിലുണ്ട്, അതുപോലെ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും കുറിച്ച് ഈ കാര്യം പറഞ്ഞ ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ നബിമാർ തൗഹീദുമായി വന്നപ്പോൾ അവരെ എതിരിട്ട മുശ്രിക്കുകൾ അവരുടെ വാദം ഇത് തന്നെയായിരുന്നു. അവരാരും പറഞ്ഞിട്ടില്ല അള്ളാഹുവിനെ പോലെ സ്വന്തം കഴിവുള്ള മറ്റാളുകളുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടില്ല. അതിനെന്താണ് തെളിവ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ വിശുദ്ധ ഖുർആനാണ് തെളിവ്. അനേകം തെളിവുകൾ എനിക്ക് പറയാൻ സാധിക്കും, പക്ഷെ അതിൽ ഒരൊറ്റ തെളിവ് മാത്രം ഞാൻ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ അതിലെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ, പറയുക നബിയെ, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആരാണ് നിങ്ങൾക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്നത്? അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, ആരാണ് കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നത്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ആരാണ് ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നത്? വയുഖ്രിജുൽ മയ്യിത മിനൽ ഹൈ, ആരാണ് ജീവനുള്ള വസ്തുവിൽ നിന്ന് ജീവനില്ലാത്തതിനെ കൊണ്ടുവരുന്നത്? ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന്, ഉദാഹരണത്തിന് കോഴിമുട്ടയിൽ നിന്ന് ജീവനുള്ള കോഴി പുറത്തേക്ക് വരുന്നു. അതുപോലെ ജീവനുള്ള മനുഷ്യൻ അവൻ മയ്യിത്തായി ജീവനില്ലാത്ത വസ്തുവായി മാറുന്നു. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ആരാണ് ജീവിപ്പിക്കുന്നത്? ആരാണ് മരിപ്പിക്കുന്നത്? വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്? വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും. ആര് പറയും? മക്കയിലെ മുശ്രിക്കുകൾ പറയും, മുസ്ലിങ്ങൾ പറയുമെന്നല്ല. ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും, മക്കയിലെ മുശ്രിക്കുകൾ പറയും അല്ലാഹ് അല്ലാഹുവാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ബദരീങ്ങൾക്ക് സ്വന്തം ഒരു കഴിവില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലാത്തയല്ല ചെയ്യുന്നത്, ഉസ്സയല്ല ചെയ്യുന്നത്, മനാത്തയല്ല ചെയ്യുന്നത്, ഇബ്രാഹിം നബി അല്ല ചെയ്യുന്നത്, ഇസ്മായിൽ നബി അല്ല ചെയ്യുന്നത്. ഈ പറഞ്ഞതെല്ലാം ചെയ്യുന്നത് അള്ളാഹുവാണ് എന്ന് അവർ പറയും, മക്കയിലെ മുശ്രിക്കുകൾ പറയും. എന്നിട്ട് അള്ളാഹു ചോദിക്കാൻ, അഫലാ തത്തഖൂൻ, അഫലാ തത്തഖൂൻ, എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചുകൂടാ? എങ്കിൽ നിങ്ങൾക്ക് ഈ പാഠം നിങ്ങൾക്ക് അറിയുമെങ്കിൽ, അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന് അറിയുമെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ ലാത്തയെ ആരാധിക്കുന്നത്? എന്തിനാണ് ലാത്തയോട് സഹായം തേടുന്നത്? അതേ ചോദ്യം തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ബദരീങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ എല്ലാ കഴിവുമുള്ള അള്ളാഹുവിനോട് തേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിച്ചുകൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് സഹായം തേടിക്കൂടാ? അള്ളാഹുവിനോട് സഹായം തേടരുത് എന്ന്, ചോദിക്കരുത് എന്ന് ഖുർആൻ എവിടെയുമില്ല. ചോദിക്കണമെന്നുണ്ട് താൻ എത്രയോ സ്ഥലങ്ങളിൽ. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അള്ളാഹു പറഞ്ഞ വാക്കാണ്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നാണ്. നമ്മുടെ എല്ലാവരുടെയും റബ്ബാരാണ്. ബദരീങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെയും റബ്ബാരാണ്, അള്ളാഹുവാണ്. ആ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന് പഠിപ്പിച്ചു കൊടുക്കാൻ, യാ ഗുലാം, മോനെ, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹുവിൻ്റെ ദീനിൽ പഠിപ്പിക്കപ്പെട്ടത് ഇതാണ്. അപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് മാത്രം ചോദിച്ചുകൂടാ? ഇദ്ദേഹം പറയുന്നത് ബദ്രീങ്ങൾക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഖുർആൻ മാത്രമല്ല, ഹദീസുകൾ എടുത്തു നോക്കൂ നിങ്ങൾ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കുകൾ അവർ പറയാറുണ്ടായിരുന്നു, ലബ്ബൈക ലാ ശരീക ലക്, അവർ ഉംറ ചെയ്യാൻ വന്നാൽ ഹജ്ജിന്റെ വേളയിൽ അവർ പറയുമായിരുന്നു. ആര് പറയുമായിരുന്നു? ആരാണ് ഈ പറയുന്നത്? മുശ്രിക്കുകൾ. കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കുകൾ പറയാറുണ്ടായിരുന്നു. എന്താണ് അവർ പറയാറുണ്ടായിരുന്നത്? ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. നോക്കൂ, നിനക്കൊരു പങ്കുകാരനുമില്ല എന്നവർ പറയുമായിരുന്നു. അപ്പോൾ ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൈലക്കും ഖദ് ഖദ്, അത് കേൾക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അവിടെ നിങ്ങൾ അവസാനിപ്പിക്കൂ, പിന്നെ അതിനപ്പുറത്തേക്കുള്ളത് പറയല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമായിരുന്നു. അല്ലെ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയല് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന അള്ളാഹ് വേറൊരു അള്ളാഹു ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ റസൂൽ എന്തിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിങ്ങളാ പറഞ്ഞത് പറഞ്ഞോളൂ, ഇനി അതിൻ്റെ അപ്പുറത്തുള്ള പറയില്ലേ എന്ന് പറയാൻ കാരണം എന്താ? ഈ അള്ളാഹ് വേറെ അള്ളാഹ് അല്ലേ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ടത് നിങ്ങളുടെ വാദപ്രകാരമാണെങ്കിൽ. അവിടുന്ന് അങ്ങനെ പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞ് ഇതുവരെ നിങ്ങൾ പറഞ്ഞോളൂ, ഇതിനപ്പുറത്തേക്കുള്ളത് പറയല്ലേ. ഇനി നിങ്ങൾ പറയുന്നത്, ഇനി നിങ്ങൾ പുതുതായി ഉണ്ടാക്കിയത് അത് നിങ്ങൾ പറയല്ലേ. എൻ്റെ അർത്ഥം എന്താ? ഇത്രയും പറഞ്ഞ് ശരിയാണ്. ഞാൻ ഈ പറഞ്ഞ വിശദീകരണം നവവി പറഞ്ഞിട്ടുണ്ട്, ഖാദി ഇയാദ് പറഞ്ഞിട്ടുണ്ട്, മുല്ല അലി അൽ ഖാരി പറഞ്ഞിട്ടുണ്ട്, അത്തൈബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്,
ഷർഹ് മുസ്ലിമിൽ കാണാം, അതുപോലെ തന്നെ മർഖാത്തുൽ മഫാത്തിഹിൽ കാണാം. ഇങ്ങനെ പല ഗ്രന്ഥങ്ങളിലും ഏതാണ്ട് ഒരേ വാക്ക് അവരെല്ലാം പറഞ്ഞതായി കാണാം. അവരെല്ലാം പറഞ്ഞു വമഅനാഹു കഫാകും ഹാദൽ കലാം. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറഞ്ഞില്ലേ, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി വന്ന് നിനക്ക് പങ്കുകാരില്ല. കഫാകും ഹാദൽ കലാം, ഇത്രയും നിങ്ങൾ പറഞ്ഞാൽ മതി, ഇതിനപ്പുറത്തുള്ള പറയരുത്. ഫഖ്തസിറു അലൈഹി, നിങ്ങൾ അത് മാത്രം പറഞ്ഞ് അവിടെ നിർത്തുക. നോക്കൂ, നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ കാലങ്ങളായി പറയുന്നത് എന്താ? മക്കയിലെ മുശ്രിക്കുകൾക്ക് വേറെ അള്ളാഹുൽ വിശ്വാസം ഉണ്ടെന്നാണ്. വേറൊരു അള്ളാഹുലാണ് അവർ വിശ്വസിച്ചിരുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പറയാ നിങ്ങളിത് പറഞ്ഞോ എന്ന് പറയാ? എങ്ങനെ? അവർ വിശ്വസിച്ചിരുന്നത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ തന്നെയാണ്. പക്ഷേ ആ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പിഴച്ച വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അള്ളാഹുൽ വിശ്വസിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അടിസ്ഥാനപരമായ ചില വിശ്വാസങ്ങളുണ്ട്. അവർ വേറെ അള്ളാഹുവിനെ കുറിച്ചല്ല ഇത് പറഞ്ഞത്. അവർ പറഞ്ഞ അള്ളാഹു നമ്മൾ പറയുന്ന അതേ അള്ളാഹു തന്നെയാണ്. പക്ഷെ ആ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് തെറ്റായ വിശ്വാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് നസാറാക്കൽ, അവർ ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈസാ നബി അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്നാണ് അവർ വാദിക്കുന്നത്. ശരി, ആരെങ്കിലും പറയുമോ നസാറാക്കൾ പറയുന്ന ഈസാ നബി വേറെ, നമ്മൾ പറയുന്ന ഈസാ നബി വേറെയാണെന്ന് പറയുമോ? ഇല്ല, രണ്ടുപേരും പറയുന്ന ഈസാ നബി ഒരേ ഈസാ നബിയാണ് അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അവർക്ക് ഈസാ നബിയെക്കുറിച്ച് തെറ്റായ ധാരണയുണ്ട്. നമ്മൾ ഈസാ നബിയെക്കുറിച്ച് പറയുന്നത് ശരിയായ വിശ്വാസമാണ്. ഉസൈറിനെ കുറിച്ച്, മൂസയെക്കുറിച്ച് അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദർക്ക് തെറ്റായ വിശ്വാസങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ വേറെ മൂസയും വേറെ ഉസൈറിനെയാണ് പറഞ്ഞതെന്നാണോ? അല്ല, അവർ പറയുന്ന മൂസയും ഉസൈറും ഒരേ മൂസയും ഉസൈറുമാണ്. പക്ഷേ ആ മൂസയെക്കുറിച്ചും ഉസൈറിനെ കുറിച്ചും അവർക്ക് തെറ്റായ വിശ്വാസമുണ്ട്. ഇതേപോലെ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു ആരാണോ അവനിൽ തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. പക്ഷേ ആ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷേ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇതാ ബദരീങ്ങൾക്ക് ഇന്ന കഴിവ് കൊടുത്തിരിക്കുന്നു, ഉഹദീങ്ങൾക്ക് ഇന്ന കഴിവ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ശുഫാക്കൾ വേണം. അവരില്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. തവസ്സുലാക്കാതെ പ്രാർത്ഥിക്കരുത്. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രസംഗിച്ചതുപോലെ അള്ളാഹു എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അത് പറയാൻ തന്നെ പ്രയാസകരമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചത് എന്താണ്? അള്ളാഹു എന്നാൽ ട്രാൻസ്ഫോമർ പോലെയാണ്. വീട്ടിലേക്ക് കറണ്ട് എടുക്കുമ്പോൾ നേരെ ട്രാൻസ്ഫോമറിൽ കുത്താൻ പറ്റില്ല, മറിച്ച് പോസ്റ്റ് വേണം. അത് നിങ്ങൾ നാട്ടിൽ പ്രസംഗിച്ച കാര്യമാണ്. നോക്കൂ, കാന്തപുരം പറയുന്ന അള്ളാഹു മുസ്ലിമീങ്ങൾ പറയുന്ന അതേ അള്ളാഹു തന്നെയാണ്. പക്ഷേ കാന്തപുരത്തിന് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം മുസ്ലിമീങ്ങൾക്കുള്ള വിശ്വാസമല്ല. ഇതേപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ അള്ളാഹു മുസ്ലിമീങ്ങൾ പറയുന്ന അള്ളാഹു തന്നെയാണ്. പക്ഷെ അവർക്കുണ്ടായിരുന്ന വിശ്വാസം തെറ്റാണ്, മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം ശരിയാണ്. അപ്പോൾ ലബ്ബൈക ലാ ശരീക ലക് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നുകൊണ്ട് പറയും വൈലക്കും ഖദ് ഖദ്, അവിടെ നിർത്തണം, ഇനി അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയാൻ പാടില്ല. എന്നാൽ അവരവിടെ നിർത്തുമായിരുന്നില്ല. ഫയഖൂലൂൻ, പക്ഷെ അവർ തുടരും ഇല്ലാ ശരീകൻ, അള്ളാഹു നിനക്ക് ഒരു പങ്കാളിയുണ്ട്. ഒഹുവ ലക, ആ പങ്കാളി അള്ളാഹുവെ നിന്റേതാണ്, നീയാണ് ആ പങ്കാളിയുടെ ഉടമസ്ഥൻ. ലാത്തയെയും അസ്സയെയും മനാത്തയെയും ഹുബലിനെയും ഇസാഫിനെയും നായിലയെയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും എല്ലാവരെയും ഉടമപ്പെടുത്തുന്നത് അള്ളാഹു നീയാണ്. ഹുവ ലക തംലികുഹു വമാ മലക, ആ പങ്കാളിയെയും അവൻ എന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിനെയുമെല്ലാം അള്ളാഹുവെ നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയുമായിരുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകൾ എന്താണ് പറയുക? അതേ വർത്തമാനമാണിത്. ഖലീൽ ബുഖാരിയുടെ പ്രസംഗം എടുത്താൽ കാണാം, അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ. പക്ഷേ അതേ പക്ഷയാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. അതേ പക്ഷയാണ്. ആ പക്ഷേ നിങ്ങൾ ഉപേക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മളും പറയട്ടെ, വൈലക്കും ഖദ് ഖദ്, അവിടെ നിങ്ങൾ നിർത്ത്. അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ നിർത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രമാണ് ചോദിക്കേണ്ടത് എന്നതിലേക്ക് നിങ്ങൾ വാ. എങ്കിൽ നമ്മുടെ ഇടയിലുള്ള പ്രശ്നം കഴിഞ്ഞില്ലേ? അതാണ് അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ, പക്ഷേ എനിക്ക് അസഹ്യമായ അസ്വസ്ഥകൾ, വയറുവേദന, മറ്റു വേദന വരുമ്പോൾ ജമ്മേന്ന് ഞാൻ വല്ലാതെ വിളിച്ച ആർക്കാരൊക്കെ ഉണ്ട്, നിങ്ങളും ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു. മേന്ന് വിളിക്കാറില്ലേ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അത് ഭൗതിക കഴിവല്ലേ, ഇവിടെ ഭൗതിക കഴിവല്ല വിഷയം, ഇവിടെ അഭൗതിക കഴിവാണ്. അല്ലേ ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഉമ്മാന്ന് വിളിക്കലില്ലേ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെയാണ് ഞാൻ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര ബാലിശമായ വാദമാണിത് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
ബദരീങ്ങളെ എൻ്റെ അസുഖം മാറ്റണേ എന്ന് പറയുമ്പോൾ ഒരാളുടെ മനസ്സിലുള്ള വിശ്വാസം എന്താണ്? ബദരീങ്ങൾ എൻ്റെ വിളി കേൾക്കും. ഒരാൾ ഗൾഫിൽ താമസിക്കാൻ വയറുവേദന വന്നു, വല്ലാത്ത വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുന്നത് നാട്ടിലുള്ള ഉമ്മ എൻ്റെ വിളി കേൾക്കുമെന്നാണോ? അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബദരീങ്ങളെ എന്നെ സഹായിക്കണേ എന്ന് വിളിക്കുമ്പോൾ ഒരാൾ വിശ്വസിക്കുന്നത് ബദരീങ്ങൾക്ക് എൻ്റെ അസുഖം മാറ്റാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ്. വയറുവേദന വന്ന ഒരാൾ എൻ്റെ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ അയാൾ വിശ്വസിക്കുന്നത് ഉമ്മാക്ക് എൻ്റെ വയറുവേദന അവിടെ നിന്ന് മാറ്റാൻ സാധിക്കും എന്നാണോ? അങ്ങനെയാണോ ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണോ ഏതെങ്കിലും ഒരാൾ എൻ്റെ ഉമ്മ എന്ന് വിളിക്കുന്നത്? രണ്ടും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ട് അല്ലെ? ഇസ്ലാമിൽ പൊതുവെ പറയാറുണ്ട് ഖിയാസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അതൊരു കോമൺ സെൻസാണ്, സാമാന്യ ബുദ്ധി എന്ന് പറയാം. രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടും തമ്മിൽ ഒരു സമാനത വേണ്ടേ? ഇതും അതും ഒരേപോലെയാണെന്ന് പറയാൻ സാധിക്കണ്ടേ? എൻ്റെ ഉമ്മ എന്ന് വിളിക്കുന്നതും ബദരീങ്ങളെ എന്ന് നിങ്ങളിങ്ങനെ ആർത്തലച്ച് വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്ത് വലിയ വ്യത്യാസമുണ്ട്. എൻ്റെ ഉമ്മ എന്ന് വിളിക്കുന്ന സന്ദർഭത്തിൽ ഒരാളുടെ മനസ്സിലുള്ള ചിന്തയും ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലുള്ള ചിന്തയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. തലവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ വാദമാണിത്. ഇതുകൊണ്ടാണ് പറയുന്നത് ശിർക്ക് എപ്പോഴും സഹോദരങ്ങളെ ദുർബലമാണ്, അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനുള്ള ന്യായങ്ങൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ കമസലിൽ അൻകബൂത്ത് ഇത്തഖദത് ബൈതൻ ഫഇന്ന അഹ്വനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എട്ടുകാലിയുടെ വല പോലെയാണ്. അതൊരു വീടുണ്ടാക്കി, ഏറ്റവും ദുർബലമായ വീട് ആ വീടാണ്. കൈകൊണ്ടൊന്നും ഇങ്ങനെ ആക്കിയാൽ അത് പോകും. ഇതേപോലെയാണ് ശിർക്കിൻ്റെ ന്യായങ്ങൾ. ഒരാൾ ചിന്തിച്ചൊരു ബുദ്ധിയുള്ള ഒരാൾ, ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ ചിന്തിച്ചാൽ അയാൾക്ക് മനസ്സിലാവും ഇത് രണ്ടും തമ്മിൽ എന്ത് വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ ബദരീങ്ങളെന്ന് വിളിക്കുന്നതും ഉമ്മാന്ന് വിളിക്കുന്നതും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ട് എന്ന് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലാതെ തന്നെ ആളുകൾക്ക് മനസ്സിലാകും. പിന്നെ അദ്ദേഹം പറയുന്നത് നോക്കൂ, നിങ്ങൾ അദ്ദേഹത്തിന് അത് ഹാർട്ട് ചികിത്സ അദ്ദേഹത്തിന് അബൗദ്ധിക കഴിവാണ്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഭൗതിക കഴിവല്ലേ? ആ ഭൗതിക കഴിവ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ സുഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയണ്ടേ? നോക്കൂ, പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഒരു ഡോക്ടറോട് നമ്മൾ അസുഖം മാറ്റിത്തരാൻ വേണ്ടി പറയാറില്ലേ? ഇപ്പോൾ ഹാർട്ടിന് അസുഖമുള്ള ഒരാൾ ഹാർട്ട് ചികിത്സിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അത് ചികിത്സിക്കാൻ ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്കത് കൊടുത്ത കഴിവുണ്ട്, ഡോക്ടർക്ക് ചികിത്സിക്കാൻ കഴിവുണ്ട്. അതേപോലെയാണ് ബദരീങ്ങളോട് ചോദിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ഡോക്ടർ മരിച്ചിട്ടില്ല, ബദരീങ്ങൾ മരിച്ചിട്ടുണ്ട്. എത്ര വലിയ വ്യത്യാസമാണത്. നിങ്ങൾ എന്താണ് ഈ മരിച്ച ആളെയും ജീവിച്ചിരിക്കുന്ന ആളെയും നിങ്ങൾ ഒരുപോലെയാക്കുന്നത്? ദുനിയാവിൽ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യൻ്റെ അരികിൽ ഏതൊരു ഖിയാസിലും ഇത് രണ്ടും വേർതിരിഞ്ഞ കാര്യമാണ്. 5 നേരം നിസ്കരിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ആരോടെ പഠിപ്പിക്കൽ? ജീവനുള്ള ആളോടെ പഠിപ്പിക്കൽ. മരിച്ച ആളോട് അടുത്ത് വരുന്നത് ഇനി 5 നേരം നിസ്കരിക്കണേ, ഖബറിലേക്കാണ് പോകുന്നത്, അപ്പം 5 നേരം നിസ്കാരം മുടക്കാതെ ചെയ്യണമെന്ന് നിങ്ങൾ പറയാറുണ്ടോ? എന്താ പറയാത്തത്? അല്ല, മരിച്ചു കഴിഞ്ഞു, ഇനി ആൾക്ക് അമലില്ല. നമുക്കറിയാം, സാധാരണ മരിച്ച ആളും ജീവിച്ചിരിക്കുന്ന ആൾ വ്യത്യാസമുണ്ട്. മരിച്ച ആളോട് നമ്മൾ ആരെങ്കിലും പറയുമോ ഇനി സക്കാത്തൊന്നും മുടക്കാതെ കൊടുക്കണേ, അനന്തര സ്വത്ത് കൊടുത്ത് പൈസ ഒന്നും ഇല്ലെങ്കിലും ഖബറിൽ പോയിട്ട് എന്തെങ്കിലും പൈസ കിട്ടിയാൽ അതിൻ്റെ സക്കാത്തൊക്കെ കൊടുക്കണം എന്ന് പറയുമോ? ഇല്ല. എന്തുകൊണ്ട് പറയാത്തത്? മരിച്ച ആൾക്ക് ഇനി അമലില്ല, അയാൾ അമൽ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ അമല് അതോടുകൂടി മുറിഞ്ഞുപോയി, ഇനി അമലില്ല. ഇദ്ദേഹം തന്നെ അതിൽ ഏതൊക്കെയോ ഡോക്ടർമാരുടെ പേര് പറയുന്നുണ്ട്. കോഴിക്കോടുള്ള ഡോക്ടർ, ആഫ്രിക്കയിലെ ഡോക്ടർ. ശരി, കോഴിക്കോടും ആഫ്രിക്കയിലെ ഡോക്ടർ മരിച്ചല്ലോ. ഏതെങ്കിലും മനുഷ്യൻ ബുദ്ധിയുള്ള ഒരാൾ പോയിട്ട് ഡോക്ടറെ നിങ്ങൾ നല്ല ചികിത്സിച്ചിരുന്ന ഒരാളാണല്ലോ, എനിക്കിത് ഇപ്പോൾ ഹാർട്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ഇതിൻ്റെ ചികിത്സ പറഞ്ഞു തരണം എന്ന് ഏതെങ്കിലും ഒരാൾ ഡോക്ടറോട് പറയാറുണ്ടോ? മുസ്ലിം ആവട്ടെ കാഫിറാവട്ടെ, ഏതെങ്കിലും ഒരു ഡോക്ടറോട് നിങ്ങൾ പറയാറുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം, ഒരാൾ ജീവിച്ചിരിക്കുന്ന ആളാണ്, മറ്റൊരാൾ മരിച്ച ആളാണ്. അത് പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ദുനിയാവിൽ ഏതൊരു മനുഷ്യൻ്റെ അരികിലും ഖിയാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, താരതമ്യം ചെയ്യാന്നുള്ളത്. ഏതൊരാളുടെ അരികിലും ഈ താരതമ്യം വേറിട്ട് നിൽക്കുന്നതാണ്. ഒരാൾ മരിച്ചിട്ടുണ്ട്, ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്, രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഏതെങ്കിലും ആൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച ആളുടെ വീട്ടിലേക്ക് ചെന്നാൽ എന്തേ പോയിട്ട് സലാം പറയാത്തത്? മരിച്ച ആൾ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും നിങ്ങളുടെ നേതാവ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് അസ്സലാമു അലൈക്കും, സ്വന്തനല്ലേ മരിച്ചില്ലേ, എന്താ വിശേഷം എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല. വേറെ മരിച്ച ആൾ സംസാരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം, അയാൾ കേൾക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനും തമ്മിൽ ഒരുപോലെയല്ല, രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അതൊരു ഉപമയായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവനും മരിച്ചുപോയവനും സമമാവുമോ എന്ന് അള്ളാഹു ഖുർആനിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം, ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, ഒരാൾ മരിച്ച ആളാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർക്ക് ചികിത്സിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ബോധ്യപ്പെട്ടത്? നമുക്കറിയാം, അയാളെ ചികിത്സിക്കാൻ പോയ ആൾക്കാർ പറഞ്ഞു അയാളെ മരുന്ന് കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാ അള്ളാഹു അയാളെ രോഗം മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കറിയാം ഇയാൾ ഡോക്ടറാണ്, ഇയാൾ പഠിച്ചിട്ട് MBBS സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അയാൾ വൈദ്യനാണെന്ന് അറിയപ്പെട്ടില്ലെങ്കിൽ പല കാരണങ്ങളുണ്ട്. പൊതുവെ കിതാബുകളിൽ ഖദറൻ ഭൗതികമായി ഇയാൾക്ക് ഈ കഴിവുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അയാൾക്ക് കഴിവുണ്ട്. ലോകത്തുള്ള എല്ലാവരോടും പോയി നമ്മൾ ചോദിക്കാറുണ്ടോ? ഇല്ല. ഡോക്ടറാണെന്ന് അറിയപ്പെട്ട ആളോടെ ചോദിക്കാറുള്ളൂ. ബദരീങ്ങളെ നിങ്ങൾ എനിക്ക് അസുഖം മാറ്റിത്തരണേ എന്ന് പറയുമ്പോൾ ബദരീങ്ങൾക്ക് അസുഖം മാറ്റാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എവിടെയാണ് ലഭിച്ചത്? രണ്ടാമത്തെ കാര്യം അതാണ്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ബദരീങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന കഴിവുകൾ ആര് കൊടുത്തു? അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് തെളിവ് കിട്ടിയത്? ആരാണ് നിങ്ങളോട് പറഞ്ഞത് അവർക്ക് ഈ കഴിവുണ്ട് എന്ന്? രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, ഡോക്ടറോട് ഒരാൾ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് ചോദിക്കുന്നത് ഡോക്ടറുടെ മുന്നിൽ പോയിട്ടാണ്, അല്ലെങ്കിൽ ഫോണിലൂടെ ഡോക്ടർ കേൾക്കുന്ന രൂപത്തിലാണ്. ഡോക്ടർ മുന്നിൽ ചെന്ന് ഡോക്ടറെ എനിക്ക് അസുഖം മാറ്റിത്തരണേ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരാൾ അവനവൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഡോക്ടറെ എൻ്റെ അസുഖം മാറ്റണേ എന്ന് ഡോക്ടർ കോഴിക്കോടും രോഗി തിരുവനന്തപുരത്തുള്ള സമയത്ത് പറയാറുണ്ടോ? അല്ല, ഫോണെടുത്തോ മറ്റോ പറഞ്ഞാലല്ലാതെ. അപ്പോൾ ഡോക്ടർ ദൂരത്താണെങ്കിൽ കേൾക്കാവുന്ന പരിധിയിലല്ലെങ്കിൽ ഒരു മനുഷ്യനും ഡോക്ടറോട് സഹായം ചോദിക്കാറില്ല. നിങ്ങൾ കേരളത്തിലിരുന്ന് മക്കയിലും മദീനയിലും മറമാടപ്പെട്ട ബദരീങ്ങളെ വിളിച്ച് തേടുന്നു. അവരെവിടെ കിടക്കും? നിങ്ങൾ എവിടെ കിടക്കുന്നു? ഒരു ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിലുള്ള കാര്യം ഞാൻ അത് പറയുന്നത്. മരിച്ചതിന് ശേഷമുള്ള കാര്യം വേറെ തന്നെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരാൾ പോലും ഇങ്ങനെ തേടിയിട്ടില്ല. അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഈ 3 വ്യത്യാസങ്ങൾ നോക്കൂ നിങ്ങൾ. ഡോക്ടർ ജീവിച്ചിരിക്കുന്നുണ്ട്, ബദരീങ്ങൾ മരിച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് രോഗം ചികിത്സിക്കാൻ അയാളത് പഠിച്ചിട്ടുണ്ട്. ബദരീങ്ങൾക്ക് രോഗം ചികിത്സിക്കാൻ നിങ്ങൾ ഇനി ചോദിക്കാത്ത കാര്യങ്ങളില്ല. രോഗം മാറ്റാനും കാവൽ നൽകാനും വിസ ശരിയാക്കാനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ബദരീങ്ങളെ വിളിക്കാറുണ്ട്. ഈ പറഞ്ഞ കഴിവുകളൊക്കെ ബദരീങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നതിന് ഒരു തെളിവുമില്ല. 3, ഡോക്ടറെ നിങ്ങൾ വിളിക്കുന്ന അയാൾ കേൾക്കുന്ന സ്ഥലത്തെത്തിയാലാണ്. ബദരീങ്ങളെ നിങ്ങൾ വിളിക്കുന്ന എവിടെ വെച്ചിട്ടാണ്? അവർ മരിച്ചതിന് ശേഷമാണ്. നിങ്ങൾ എവിടെയോ നിൽക്കുന്നു, ബദരീങ്ങൾ വേറെ എവിടെയോ ആണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ബദരീങ്ങളെ വിളിച്ച് തേടുന്നത്. ഇത് തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട്. വലിയ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളുടെ വാക്കാണിപ്പോൾ ഇത്. അപ്പോൾ പിന്നെ താഴെയുള്ള ആളുകളുടെ ന്യായം എത്ര ദുർബലമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തെളിവ് പറയുമ്പോൾ ഉപരൻ്റെ പറയുന്നത് എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയാത്തത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരിക്കുമല്ലോ അപ്പോൾ ഇത്. ഈ തെളിവിൻ്റെ കോലമാണിതെങ്കിൽ മറ്റുള്ള തെളിവുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പിന്നെ അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ. നിങ്ങളുടെ സ്ഥാപനത്തിൽ പാർട്ട് ടൈം തൊഴിലാളി ഇല്ലേ, ഫുൾ ടൈം തൊഴിലാളി ഇല്ലേ, ഓവർ ടൈം തൊഴിലാളി ഇല്ലേ? 3 പേർക്കും നിങ്ങൾ ഒരേ ശമ്പളം കൊടുക്കാറുണ്ടോ? അവർക്ക് ആ വ്യത്യാസമുള്ള സൗകര്യത്തിലേ കൊടുക്കുക. എന്നാൽ ഞാനും നിങ്ങളും അള്ളാഹുവിന് തെറ്റുകുറ്റങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നു. ഇത്രയും കഴിവ് നൽകിയെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അരിഫീങ്ങൾ അള്ളാഹു തർക്ക് ധാരാളം ശ്വാസങ്ങൾ ഉച്ഛസിക്കുന്നതും നിശ്വസിക്കുന്നതും ആ ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല. അവർക്ക് അള്ളാഹു തആല വേറെ കഴിവ് കൊടുക്കൂലേ? അടുത്ത അദ്ദേഹം പറയുന്നത്, ജോലി എടുക്കുന്ന സ്ഥാപനത്തിൽ ആളുകൾക്ക് പല വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? നല്ല കഴിവുള്ള ആൾക്ക് നല്ല പൈസ കൊടുക്കും. അതേപോലെ ആരിഫീങ്ങളായ ആളുകൾക്ക് അള്ളാഹു വലിയ വലിയ കഴിവുകൾ കൊടുക്കും. നമുക്ക് തന്നെ എത്ര കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ആരിഫീങ്ങൾക്ക് എത്ര കഴിവുണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരാൾക്ക് ദുനിയാവിൽ എന്ത് കഴിവ് നൽകപ്പെട്ടു, കഴിവ് നൽകപ്പെട്ടില്ല എന്നതൊന്നും അള്ളാഹു ഒരാളെ തൃപ്തിപ്പെട്ടതിനുള്ള അടയാളമല്ല. ഫിർഔനെ നോക്കൂ നിങ്ങൾ. അയാൾ മിസ്റിലെ ഭരണാധികാരിയായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോ അദ്ദേഹത്തിന് അധികാരമില്ല. അടിച്ചമർത്തപ്പെട്ടിരുന്ന ബനൂ ഇസ്രായേലുകാരുടെ കൂട്ടത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ന്യായപ്രകാരമാണെങ്കിൽ ഫിർഔന് ഇത്രയും വലിയ കഴിവ് കൊടുത്തില്ലേ? അപ്പോൾ കാഫിരീങ്ങൾക്കൊക്കെ ഇത്ര കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ താഴെയുള്ള കാഫിരീങ്ങൾക്കോ അല്ലെങ്കിൽ മുകളിലുള്ള കാഫിരീങ്ങൾക്കോ എത്ര കഴിവുണ്ടാവും എന്ന് ചോദിച്ചാലോ? ഇബ്ലീസിനെ കുറിച്ചും ഷെയ്ത്താനെ കുറിച്ചും അവർ പല കഴിവുകളും കൊടുത്തതായി ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പറയാം, കണ്ടില്ലേ ഇബ്ലീസിന് ഇത്ര കഴിവുണ്ട്, അപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ വേറെയുള്ള ആൾക്കാരെ കഴിവ് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ദുനിയാവിൽ അള്ളാഹു പലർക്കും പല കഴിവ് കൊടുക്കും, കഴിവ് കൊടുക്കില്ല. അതൊന്നും അള്ളാഹു ഒരാളെ തൃപ്തിപ്പെട്ടതിനോ തൃപ്തിപ്പെടാത്തതിനോ ഉള്ള അടയാളമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇത്ര കഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ആരിഫീങ്ങൾക്ക് എത്ര കഴിവ് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് ഒരാൾ തിരിച്ച് നേരം കണ്ടു ചോദിച്ചാലോ? കാഫിരീങ്ങൾക്ക് എന്തൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കാഫിരീങ്ങളാണ് ശരീൻ്റെ ആൾക്കാർ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തൊരു ന്യായമില്ലാത്ത വർത്തമാനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഒരാൾക്ക് അള്ളാഹു ദുനിയാവിൽ എന്തെങ്കിലും ഒരു കഴിവ് കൊടുത്തു, കഴിവ് കൊടുത്തില്ല, ഇതൊന്നും അള്ളാഹു ഒരാളെ തൃപ്തിപ്പെട്ടു എന്നതിനോ തൃപ്തിപ്പെട്ടില്ല എന്നതിനുള്ള അടയാളമല്ല. ചിലപ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരാൾ അയാൾക്ക് കുറേ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പലതും അയാൾക്ക് ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതിലൊരാൾ ഖലീലുള്ളായാണ്, അള്ളാഹുവിൻ്റെ ഖലീലാണ്. പക്ഷേ വാർദ്ധക്യം എത്തുന്നതിന് അള്ളാഹു സന്താനത്തെ കൊടുത്തിട്ടില്ല. അതൊരു പരീക്ഷണമാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ അദ്ദേഹത്തിന് സന്താനത്തെ ലഭിക്കാതിരുന്നത്? ഇപ്പം ദുനിയാവിൽ ഒരാൾക്ക് കഴിവ് കൊടുത്തു, കഴിവ് കൊടുത്തില്ല, ഇതൊന്നും ഒരിക്കലും
ഒരാളെ അള്ളാഹു തൃപ്തിപ്പെട്ടതിൻ്റെയോ തൃപ്തിപ്പെടാത്തതിൻ്റെയോ അടയാളമല്ല. ഒരാളെ അള്ളാഹു തൃപ്തിപ്പെട്ടാൽ അയാൾക്ക് ദുനിയാവിൽ കുറേ കഴിവ് കൊടുക്കുമെന്ന് എവിടെയുമില്ല. ദുനിയാവിൽ ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നാണ് പൊതുവെ തെളിവുകളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അശദ്ദുന്നാസി ബലാഅനിൽ അംബിയ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക നബിമാർക്കാണ്. സുമ്മൽ അംസല ഫൽ അംസൽ, പിന്നെ അവരോട് ഏറ്റവും അടുത്ത ആളുകൾ, പിന്നെ അതിനുശേഷം അവർക്ക് ഏറ്റവും അടുത്ത ആളുകൾ, അങ്ങനെയാണ്. അപ്പോൾ ദുനിയാവിൽ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് കുറേ കഴിവുണ്ടായിരിക്കും. അവർക്ക് സാധാരണ മനുഷ്യന്മാരെക്കാൾ വലിയ വലിയ കഴിവുകൾ ഇങ്ങനെ തോന്നുമ്പോൾ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് യാതൊരു അടിസ്ഥാനവുമില്ല. ദുനിയാവിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ദുനിയാവിൽ ചിലത് കൂടുതൽ കൊടുക്കും, ചിലത് കുറച്ച് കൊടുക്കും. അതൊന്നും ഒരാളുടെ ദുനിയാവിലുള്ള ഖൈറിൻ്റെയോ ഷെറിൻ്റെയോ അടയാളമല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആരിഫീങ്ങളായ ആളുകൾക്ക് മരണശേഷം കൂടുതൽ കഴിവുകൾ നൽകിയിട്ടുണ്ട് എന്നതിന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് തെളിവുള്ളത്? അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? മരിച്ചതിന് ശേഷം ബദരീങ്ങൾക്ക് ഇതാ കഴിവ് കൂടിയിട്ടുണ്ട്, വഹദീങ്ങൾക്ക് കഴിവ് കൂടിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ തെളിവ് വേണ്ട. ഇതൊക്കെ ഗൈബിയായ കാര്യമല്ലേ? നിങ്ങളുടെ അഖീദ പ്രകാരം അശാരി അഖീദയിൽ വിശ്വാസം സ്ഥിരപ്പെടണമെങ്കിൽ ഖബറാഹാദ് പോലും പറ്റില്ല എന്നാണ്, മുത്തവാത്തിറായ തെളിവ് വേണമെന്നാണ്. ഇത് നിങ്ങളുടെ വിശ്വാസമാണല്ലോ. ആരിഫീങ്ങൾക്ക് അള്ളാഹു കുറേ കഴിവ് കൊടുക്കും. ശരി, ഇതിനെവിടെ തെളിവ്? മുത്തവാത്തിർ പോട്ടെ, ഖബറാഹാദായ സഹീഹായ ഒരു ഹദീസെങ്കിലും തെളിവ് കൊണ്ടുവരും. ഒരു തെളിവില്ല. നിങ്ങൾ അശാരി അഖീദക്കാരല്ലേ? അശാരി അഖീദ പാലിക്കുന്ന ആളുകൾക്ക് തെളിവിന് ഒരു കാര്യം വിശ്വാസത്തിൽ സ്ഥിരപ്പെടണമെങ്കിൽ മുത്തവാത്തിറായ തെളിവുകളെന്നാണ്. മുത്തവാത്തിർ തന്നെ എന്താ? അങ്ങനെ ഹദീസുകൾ ധാരാളം വരണം. നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ സനദൊക്കെ സ്ഥിരപ്പെട്ട ഹദീസ് വേണം. എന്നാൽ നമ്മുടെ നാട്ടിൽ പൊതുവേ മുസ്ലിയാക്കന്മാർ തെളിവ് കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു കിതാബിൽ ദുർബലമായൊരു സനദായിട്ട് ചിലപ്പോൾ മൗദൂആയ ഹദീസ് തെളിവായി കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഇതിനെവിടെ തെളിവ്? ആരിഫീങ്ങൾക്ക് തെളിവ് മരിച്ചതിന് ശേഷം കൂടുതൽ കൊടുക്കുന്നതിനെവിടെ തെളിവ്? തെളിവ് വേണ്ടേ? ഗൈബിയായ കാര്യമല്ലേ ഇത്? വിശ്വാസപരമായ ഇൽമിയായ കാര്യങ്ങൾ സ്ഥിരപ്പെടണമെങ്കിൽ അശഅരി അഖീദ പ്രകാരം, നിങ്ങളുടെ അഖീദ പ്രകാരം മുത്തവാത്തിറായ തെളിവ് വേണം. എവിടെ തെളിവ്? ഒരു തെളിവില്ല. അതാണ് രണ്ടാമത് പറയാനുള്ളത്. മൂന്നാമത് പറയാനുള്ളത്, ഈ പറഞ്ഞ ആരിഫീങ്ങൾ അവരാരെങ്കിലും ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇബ്നു അബ്ബാസിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിക്കുകയാണെങ്കിൽ അബ്ബാസെ അള്ളാഹുയോട് ചോദിക്കണം. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വരൾച്ച ഉണ്ടായില്ലേ? ആരോടാ പോയി ചോദിച്ചത്? അള്ളാഹുവിനോടാണോ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ ചോദിച്ചത്? പിന്നീട് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ, അള്ളാഹു തആല ബദരീങ്ങളെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. ആ ബദരീങ്ങൾക്ക് സാധാ മനുഷ്യർക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ കഴിവ് അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ചോദിക്കും. അത് ബദരീങ്ങൾ അള്ളാഹു കൊടുത്ത കഴിവേ ചോദിക്കൂ, അള്ളാഹുവിനെ ഒഴിവാക്കി ഒരാളോടും ചോദിക്കൂ. കാരണം അദ്ദേഹം പറഞ്ഞു ബദരീങ്ങൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. രണ്ട് കാര്യമുണ്ട് അവിടെ. ഒന്ന്, ബദരീങ്ങളെ കുറിച്ച് നിങ്ങളൊരു കാര്യം പറഞ്ഞു. രണ്ട്, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളൊരു കാര്യം പറഞ്ഞു. ഈ രണ്ടൊരു തെളിവ് എവിടെ? ബദരീങ്ങൾക്ക് അള്ളാഹു കൂടുതൽ കഴിവ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവരോട് ചോദിക്കാം എന്നതിന് തെളിവ് വേണ്ടേ? അള്ളാഹുവിനെ കുറിച്ച് തന്നെ രണ്ടാമത് പറഞ്ഞു, അള്ളാഹു ഒരാൾക്ക് കൂടുതലായി ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്, അതിനെവിടെ തെളിവുള്ളത്? അതിന് തെളിവ് വേണ്ടേ? ബദരീങ്ങളുടെ നേതാവായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഹാദിസത്തുൽ ഇഫ്ക്, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വിചാരാരോപണം ഉണ്ടായി. 40 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചിലപ്പോൾ പോയി പറയുമായിരുന്നു, എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട്, സ്വന്തം ഭാര്യയോട് പറയാണ്. ആയിഷയുടെ മനസ്സിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ നടന്നുപോയ കാര്യം നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് കുറച്ച് പിറകിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ വന്നത്. ആ കുറച്ചു പിറകിൽ നടന്ന കാര്യം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാൻ സാധിക്കുന്നില്ല. എന്തിനധികം ആയിഷ റളിയല്ലാഹു അൻഹയെ അവിടെ വിട്ടേച്ചു പോന്നിരിക്കുന്നു എന്ന് പോലും അവിടത്തേക്ക് അറിയാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ മറഞ്ഞ കാര്യം അറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞതൊക്കെ അവിടത്തേക്ക് അറിയാൻ സാധിക്കണമായിരുന്നു. ബദരീകളുടെ നേതാവിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നിങ്ങളുടെ വാദപ്രകാരമാണെങ്കിൽ മരിച്ചതിന് ശേഷം കഴിവ് കൂടുമെന്നാണല്ലോ. അവിടുന്ന് വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടുത്തെ മറവ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മറവ് ചെയ്യാൻ സഹാബികൾ വൈകിയതിനൊരു കാരണമുണ്ടായിരുന്നു. എന്താ കാരണം? അവർക്കിടയിൽ ഖിലാഫത്ത് ആര് ഏറ്റെടുക്കണമെന്ന അഭിപ്രായ വ്യത്യാസമുണ്ടായി. എൻ്റെ ഈ ഖിലാഫത്ത് ആര് ഏറ്റെടുക്കണമെന്ന അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ ബദരീങ്ങൾക്കിടയിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ബദരീങ്ങൾക്കിടയിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ബദരീങ്ങൾ ധാരാളമുണ്ട്. ഈ ബദരീങ്ങൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരാൾക്ക് ബദരീങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ കഴിവുകളുണ്ട് എങ്കിൽ
ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹു എന്താണ് തീരുമാനിക്കുന്നത് എന്ന് അവർക്ക് അറിയേണ്ടതാണല്ലോ. അവർ ഒറ്റയടിക്ക് തീരുമാനം പറയേണ്ടതാണല്ലോ. എൻ്റെ അവർക്കത് സാധിക്കാതിരുന്നത്, എൻ്റെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായത് ഒക്കെ അവിടെ നിൽക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. ബദരീങ്ങളുടെ നേതാവാണ് അവിടുന്ന്. അവിടുത്തെ മറവ് ചെയ്തിട്ട് പോലുമില്ല. ആ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ബദരീങ്ങൾ തങ്ങളുടെ നേതാവിൻ്റെ അരികിൽ വന്ന് അള്ളാഹുവിൻ്റെ റസൂലെ ഇതിലൊരു തീരുമാനം പറയണം എന്ന് ചോദിക്കാതിരുന്നത്? അവർക്കറിയാം അവിടുന്ന് മരിച്ചിട്ടുണ്ട്, അവിടുന്ന് വഫാത്തായിട്ടുണ്ട്, അവർക്കറിയാം അവിടുന്ന് വഫാത്തായിട്ടുണ്ട്. അവിടുത്തോട് ചോദിച്ചാൽ അവിടുന്ന് ഉത്തരം പറയില്ല. നോക്ക്, അവിടുത്തെ മറവ് ചെയ്തിട്ട് പോലുമില്ല. ആ സന്ദർഭത്തിൽ പോലും ചോദിക്കുന്നില്ല. നിങ്ങളിവിടെ ഈ കാലഘട്ടത്തിൽ തന്നെ കെട്ടി പുറത്തിറക്കുന്ന കഥകൾ, എന്തെല്ലാം കഥകളുണ്ട്. ഏതോ മൗലാന പോയി, ഏതോ മുസ്ലിയാർ പോയി, ഖബറിന്ന് റസൂൽ അങ്ങ് എഴുന്നേറ്റ് വന്നു, കൈ കൊടുത്തു, എന്നിട്ട് ചോദിച്ചു, നീ ഇതാ ടെലിവിഷൻ കാണുന്നുണ്ടല്ലേ, ശരിയായിട്ടില്ല, നീ ചെയ്തത് ശരിയല്ല. എന്തൊക്കെ കഥകൾ. പരിഹസിക്കപ്പെടാവുന്ന ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യന് കേട്ടു നിൽക്കാൻ പോലും പ്രയാസമുണ്ടാക്കുന്ന എത്ര വിഡ്ഢിത്തരങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾ ചോദിക്കാനുള്ളത്, ഇതാ ബദരീകളുടെ നേതാവ് വഫാത്തായിരിക്കുന്നു, ബദരീകൾ ജീവിച്ചിരിക്കുന്നു, അവരെന്ത് ചോദിക്കാതിരുന്നത്? നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈ കഴിവൊക്കെ അവർക്ക് കൊടുത്തതായിരിക്കണമല്ലോ, എൻ്റെ അതൊന്നും ചോദിക്കാതിരുന്നത്. എന്ത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മാത്രം ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ ധാരാളം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ബദരീങ്ങളുടെ കൂട്ടത്തിൽ 13 ആൾക്കാരാണല്ലോ ശുഹദാക്കളായത്. അപ്പോൾ ബദരീങ്ങൾക്ക് വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ബദരീങ്ങളുടെ കൂട്ടത്തിൽ 13 പേർ ശുഹദാക്കളായത്? അവർക്ക് സ്വന്തത്തിന് നേരെ വന്ന് വെട്ട് തടുക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് മരണത്തെ തടുക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ മുന്നിൽ തങ്ങളുടെ ശത്രു തങ്ങളെ ആക്രമിക്കാനിരിക്കുന്നവർക്ക് മനസ്സിലായില്ല. അത് തടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അവർ മരിച്ചുപോയത്, അതുകൊണ്ടല്ലേ അവർ വഫാത്തായത്. അപ്പം ഇനി ചില ആൾക്കാർ ചിലപ്പോൾ ദുർന്യായം പറഞ്ഞേക്കാം. അവർ പറയും അത് അവർക്ക് ഷഹീദാവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ 13 ആൾക്കാർ. അപ്പോൾ ബാക്കി 13 പുറത്തുള്ള ആൾക്കാരോ അവർക്ക് ഷഹീദാവാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? നിങ്ങൾ പറയുന്ന വാദങ്ങളുടെ അപകടം എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 13 ആൾക്കാർ ഷഹീദായി. ഒന്നല്ലെങ്കിൽ അവർക്ക് മരണത്തെ തടുക്കാൻ, അല്ലെങ്കിൽ ഈ ശത്രുവിൻ്റെ വാള് തടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കണം. അങ്ങനെ കഴിവുണ്ടായിട്ടും അവർ തടുക്കാതിരുന്നതാണെങ്കിൽ അവർ ആത്മഹത്യ ചെയ്തതുപോലെയാണ്. കാരണം യുദ്ധത്തിനിടയിൽ ഒരാൾക്ക് വെട്ട് തടുക്കാൻ കഴിവുണ്ടായിട്ടും അയാൾ തടുക്കാതെ അയാൾ ശത്രുവിൻ്റെ മുന്നിലേക്ക് എന്നെ കുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ചെന്നാൽ അത് ആത്മഹത്യയാണ്. അപ്പോൾ ഈ 13 ആളുകൾക്ക് സ്വന്തത്തിന് നേരെ വന്ന വെട്ട് തടുക്കാനുള്ള കഴിവുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവരെങ്ങനെ ഷഹീദായി? അവർ ചെയ്തത് ആത്മഹത്യയാണെന്ന് പറയേണ്ടി വരും. കഴിവില്ലാതെ പറഞ്ഞാലോ? അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ബദരീങ്ങൾക്ക് കുറേ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതോ? ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവാൻ പറ്റുള്ളൂ, എല്ലാം കൂടി എങ്ങനെ ശരിയാവും? ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ. അള്ളാഹു അല്ലാത്ത ഒരൊറ്റ ഇലാഹിനും ആരാധിക്കൂല, അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കൂല, അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ. ആ ക്ലിപ്പിന്റെ അവസാനത്തുള്ള വാക്കാണത്. അള്ളാഹു അല്ലാത്ത ഒരാളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, അള്ളാഹു അല്ലാത്ത ഒരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ശരി, അപ്പോൾ എന്താണ് ഈ ദുആ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? കാലങ്ങളായി നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് എന്താണ് ദുആ, എന്താണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കി നൽകാൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സൂറത്തു അൽ അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ കയറിയാൽ, മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ എന്താ പറഞ്ഞ ദഅഉ, അവർ ദുആ നടത്തും, പ്രാർത്ഥന നടത്തും. ആരോട് പ്രാർത്ഥന നടത്തും? ദഅഉല്ലാഹ, അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തും. മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനോട് മാത്രം ഇഖ്ലാസ് ഉള്ളവരായി അവർ പ്രാർത്ഥന നടത്തും. സൂറത്തുൽ അൻകബൂത്തിൽ അവർ മക്കയിലെ മുശ്രിക്കുകൾ നടത്തിയ ഈ സഹായത്തേട്ടത്തെ അള്ളാഹു പറഞ്ഞത് ദഅഉല്ലാഹ, അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞത്, ദുആ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പം ദുആ എന്ന് പറഞ്ഞാൽ കപ്പലിൽ അകപ്പെട്ട് ഒരാൾ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ തിരമാല കാഞ്ഞടിക്കുമ്പോൾ അയാൾ നടത്തുന്ന സഹായത്തേട്ടം അത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഇതേ അർത്ഥത്തിൽ സൂറത്തുൽ ലുഖ്മാനിൽ കാണാം, വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലലി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മക്കയിലെ മുശ്രിക്കുകൾ അവർ കടലിൽ യാത്ര ചെയ്യുമ്പോൾ തിരമാലകൾ അവരെ മൂടുമെന്നായാൽ ദഅഉല്ലാഹ്, അവർ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യും. പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. നിങ്ങൾ പറയുന്നത്, ഖലീൽ ബുഖാരി തങ്ങൾ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ, ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കമായി വിളിച്ച് പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹു പറയുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു ദുആ എന്നാണ് പറഞ്ഞത്, പ്രാർത്ഥന എന്നാണ് പറഞ്ഞത്.
ഇനി ഖലീൽ ബുഖാരി തങ്ങൾ കപ്പലിൽ കയറിയപ്പോൾ സംഭവിച്ച കഥ അദ്ദേഹം തന്നെ വിവരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കുറെ മീറ്ററുകൾ ഉയരത്തിലുള്ള ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മതിൽ ഹജ്ജ് ക്ലാസിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് ബദരീങ്ങൾക്ക് അവസരമാക്കിക്കൊണ്ട് ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിനീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും റബ്ബേ എന്നെ എവിടെ നിന്ന് കാണാൻ പോലും സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെയാ. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങളുടെ കൈവിടുന്നു. ആ മണിക്കൂറുകളോളം നിന്നരംഗം മറക്കാൻ കഴിയാത്ത രംഗം. പക്ഷേ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എനിക്ക് രക്ഷിക്കാൻ ഒരാളുമില്ല, നിങ്ങളല്ലാതെ എനിക്ക് വിളിക്കാൻ ഒരാളുമില്ല. ആരെയാണ് അദ്ദേഹം ഇഖ്ലാസോട് കൂടി വിളിച്ചത്? അള്ളാഹുവിനെയാണോ അതല്ല ബദരീങ്ങളെയാണോ? എത്ര ഗൗരവപ്പെട്ട വാക്കാണ് അദ്ദേഹം പറയുന്നത് നോക്കുന്നു. ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത് ആരാണ്? മുസ്ലിം പേരുള്ള ഒരാളാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, മക്കയിലെ മുശ്രിക്കുകൾ അവർ തങ്ങൾക്ക് നേരെ തിരമാലകൾ ആർത്തലച്ച് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് മുസ്ലിമീങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന വേദന നിറഞ്ഞ അവസ്ഥയാണിത്. അൽ അലൂസി റഹിമഹുല്ലാഹ് അദ്ദേഹം തൻ്റെ തഫ്സീറിൽ സമാനമായൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഒരാൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ ഇതുപോലെ ആടിയൊലഞ്ഞു. ഇതോടുകൂടി മുസ്ലിമീങ്ങൾ അവർ പലരെയും വിളിക്കാൻ തുടങ്ങി. ചില ആളുകൾ മഹ്ദി ഷേഖിനെ വിളിക്കുന്നു, വേറെ ചില ആളുകൾ ബദരീങ്ങളെ വിളിക്കുന്നു, വേറെ ചില ആളുകൾ വേറെ പലതിനെയും വിളിക്കുന്നു. അത് കണ്ടു നിന്ന ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മ അഗ്രിഖ്, അല്ലാഹുമ്മ അഗ്രിഖ്, അള്ളാഹു നീ കപ്പൽ അങ്ങ് മുക്കിക്കളഞ്ഞേക്ക്. അയാളുടെ വിഷമം കൊണ്ട് അയാൾ പറഞ്ഞു പോയതാണ്. അയാൾ പറഞ്ഞ വാക്ക് ശരിയാണോ അല്ലേ എന്നതല്ല. അയാൾ പറഞ്ഞു, ലൈസ ഫിസ് സഫീനതി മൻ യഅ്ബുദുക്, ഈ കപ്പലിൽ അള്ളാഹു നിന്നെ ആരാധിക്കുന്ന ഒരാളും ബാക്കിയില്ല. സുബ്ഹാനല്ലാഹ്. കപ്പലിൽ കയറിയാൽ മക്കയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം മുന്നിൽ കാണുന്ന സമയം എന്നത് അവൻ്റെ ഹൃദയത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിൽ അവൻ്റെ ഫിത്രത്തിൽ, അവൻ്റെ ശുദ്ധ പ്രകൃതിയിൽ അള്ളാഹുവിലേക്ക് അവൻ അടുക്കുന്ന സമയമാണത്. ആ ഘട്ടത്തിൽ പോലും മുസ്ലിം പേരുള്ള ആളുകൾ അള്ളാഹു അല്ലാത്തവരെ ദുആ ചെയ്യുന്നതിലേക്കാണ് എത്തുന്നത് എങ്കിൽ എന്തുമാത്രമാണ് തൗഹീദ് അവരുടെ ഹൃദയത്തിന് അപരിചിതമായിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ, പ്രയാസമില്ലാത്ത ഘട്ടങ്ങളിൽ നീ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുക. സുഖമുള്ള സന്ദർഭങ്ങളിൽ, എളുപ്പമുള്ള സമയങ്ങളിൽ, യഅരിഫ്ക ഫിശ്ശിദ്ദ, എങ്കിൽ പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിൽ നീ അള്ളാഹുവിനെ കഠിനമായി വിളിക്കുന്ന സമയങ്ങളിൽ അള്ളാഹു നിന്നെ തിരിച്ചറിയുന്നതാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, പ്രയാസം കടുക്കുന്ന ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദുആ ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ഇനി എപ്പോഴാണ് അവർ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്? ഇനി എപ്പോഴാണ് അവർക്ക് അള്ളാഹുവിനോടൊരു ദുആ ഉള്ളത്, അള്ളാഹുവിനോട് പ്രാർത്ഥനയുള്ളത്? കപ്പലിൽ അകപ്പെട്ട സന്ദർഭത്തിൽ മുശ്രിക്കുകൾ വിളിച്ച പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു ദുആ എന്ന്. അത് ദുആ ആണെങ്കിൽ ഖലീൽ തങ്ങൾ ഈ പറയുന്നതോ അത് ദുആ അല്ലേ? അദ്ദേഹം പറയുന്നത് ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എനിക്ക് വേറൊരാളുമില്ലെന്ന്, നിങ്ങളല്ലാതെ എനിക്കൊരു രക്ഷയില്ല എന്ന്. തൻ്റെ ഏറ്റവും അടുത്ത അനുചരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തില്ലേ, അബൂബക്കർ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, അല്ലാഹുവേ ഞാനിതാ ധാരാളം അതിക്രമങ്ങൾ ചെയ്തു പോയിരിക്കുന്നു. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റൊരാളില്ല. നോക്കൂ, അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിച്ചു നോക്കൂ നിങ്ങൾ, അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅാഹ് വയക്ഷിഫു സ്സൂ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹു മഅല്ലാഹ്. അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅാഹ്, കഠിനമായ പ്രയാസത്തിൽ അകപ്പെട്ടവൻ വിളിച്ചു ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായി ആരുണ്ട്? വയക്ഷിഫു സ്സൂ, നിങ്ങളുടെ പ്രയാസം നീക്കിത്തരാൻ നിങ്ങൾക്ക് ആരുണ്ട്? വയജഅലുകും ഖുലഫാഅൽ അർദ്, നിങ്ങളെ ഭൂമിയിലെ ഖലീഫമാരാക്കാൻ ആരുണ്ട്? അഇലാഹു മഅല്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് സഹായതേട്ടം നടത്താൻ മറ്റൊരു ഇലാഹുണ്ടോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അദ്ദേഹം പറയും, ഞാൻ കപ്പലിൽ പോകുമ്പോൾ പറയും ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എനിക്ക് വേറൊരാളില്ല. എത്ര അപകടകരമായ ദുഃഖകരമായ അവസ്ഥയിലാണ് മുസ്ലിമീങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ആ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഞങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് പ്രാർത്ഥിക്കാറില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അസ്ഹരി അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ, തൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം
പറയുന്നത് നിങ്ങൾ നോക്കൂ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അല്ലാഹു അല്ലാതെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കൂല. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അല്ലാഹു അല്ലാതെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കൂല. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അല്ലാഹു അല്ലാതെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കൂല. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ഇതിപ്പോൾ നിങ്ങൾ കേട്ടത്. ഒരാൾ പറയുന്നു ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ഞങ്ങൾ അള്ളാഹുടെ പ്രാർത്ഥിക്കുള്ളൂ. വേറൊരു തലപ്പത്തിരിക്കുന്ന ആൾ പറയുന്നു ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. തനിച്ച് ശിർക്കല്ലേ ഇത്? എത്ര കാലമായി മുസ്ലിമീങ്ങൾ പഠിപ്പിക്കപ്പെട്ട അടിസ്ഥാനമാണ് അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥന പാടില്ല എന്നത്. പക്ഷെ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് പറയുന്നത് ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇതിപ്പോൾ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. നിങ്ങളുടെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ അഭിപ്രായ ഭിന്നതയുള്ളത്. എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടാണ്. തൗഹീദുള്ളവരെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിന് നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, അള്ളാഹുവിന് നന്ദി കാണിക്കുക. ഏറ്റവും വലിയ നിഅമത്ത് തൗഹീദാണ്, ഇസ്ലാമാണ്, ഈമാനാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ്. ഈ മാർഗത്തിൽ അള്ളാഹു നിങ്ങളെ മരിപ്പിക്കുന്നതിനു വേണ്ടി ആവർത്തിച്ച് ദുആ ചെയ്യുക. ഈ മാർഗം തൗഹീദിൻ്റെ വഴി അത് അപരിചിതമായ ആളുകളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാ ഈ മാർഗത്തിലേക്ക് നയിച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ശരിയിലേക്ക് നയിക്കാൻ നിങ്ങൾ ദുആ ചെയ്തോളൂ. നിങ്ങളുടെ മാർഗമാണ് ശരിയെങ്കിൽ അള്ളാഹു നിങ്ങൾ അതിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. നിങ്ങളുടെ മാർഗം തെറ്റാണെങ്കിൽ അള്ളാഹു നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്. പരലോകത്ത് രക്ഷപ്പെടുക എന്നതല്ലേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ശരി കാണിച്ചു നൽകാൻ ദുആ ചെയ്യുന്ന ഒരാൾ, അയാൾ ഈ വാദത്തിൽ ഇവിടെ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബദ്രീങ്ങളെ രക്ഷിക്കണേ, വഹദീങ്ങളെ രക്ഷിക്കണേ എന്ന ഈ വാദത്തിൽ മരിക്കുന്നതുവരെ തുടരുക എന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല. ആത്മാർത്ഥമായി എന്നെ ഹക്കിലേക്ക് നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരിക്കലും ഈ മാർഗത്തിലേക്ക് കൊണ്ട് മരിക്കുകയില്ല. അയാൾ അള്ളാഹു തൗഹീദിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ ദുആ ചെയ്യുക, സത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു പ്രാർത്ഥിക്കുക. ഇത്തരം വഴികേടുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന പുരോഹിതന്മാർ, അവരുടെ ശർറിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ അഇമ്മത്തിൽ മുദില്ലീൻ. اللهم عليك بهم. اللهم دمر أعداءك أعداء الدين واحمي حوزة الإسلام واجمع كلمة المسلمين على الحق يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.